തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ വില്ലേജ്. അധികം സഞ്ചാരികളുടെ തിരക്കൊന്നുമില്ലാത്ത, എന്നാൽ വർഷത്തിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും മേഘാവൃതമായ ഒരു കാലാവസ്ഥ കാണാൻ കഴിയുന്നതും, ഏതൊരു സീസണിൽ ചെന്നാലും പച്ചപ്പും കാഴ്ചകളും കൊണ്ട് ഒരു വേറിട്ട അനുഭവം തന്നെ കിട്ടുന്ന ഒരിടം. ഒരു പക്ഷേ മൂന്നാറിനൊക്കെ ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളും ലാൻഡ്സ്കേപ്പും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞെന്ന് വരും. അത് മാത്രമല്ല, ഒരു ടൈഗർ റിസർവ് കൂടിയാണ് ഇവിടം. അതെ, മറ്റെങ്ങുമല്ല, നമ്മുടെ സ്വന്തം കുമളിയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ പച്ചക്കുമ്മാച്ചി എന്നറിയപ്പെടുന്ന ദ ക്ലൗഡ്സ് മൗണ്ടെയിൻ, മേഘമല. ഇന്നത്തെ എൻ്റെ ഈ യാത്ര തന്നെ ഡിസംബർ മാസത്തിൽ വിൻ്റർ ഒന്ന് പീക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു. തണുപ്പ് കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി എങ്ങോട്ടേലും പോകണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ തിരക്കുകൾ കാരണം എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. പിന്നെ സമയം നോക്കിയിരുന്ന വിൻ്റർ അതിൻ്റെ വഴിക്ക് പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. ഒരു രാത്രിയിൽ എടുത്ത തീരുമാനമാണ് രാവിലെ തന്നെ പോയേക്കാന്ന്. മേഘമലയെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈം ജാനുവരി ആണെന്ന് അറിയാമെങ്കിൽ കൂടി ഈ ഒരു ഡിസംബറിൽ പോകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനമായെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ പലതവണ മേഘമലയിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു വെതർ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നമ്മുടെ ഈ ഡിസംബറിലും ഒരു ജൂൺ ജൂലൈ മാസത്തിൽ കിട്ടുന്ന പോലെ ഒരു മൺസൂൺ വെതർ അതെനിക്ക് ആദ്യമായിട്ടാണ് മേഘമലയിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ദിസ് ഈസ് മീ അഖിൽ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ അതുകൊണ്ട് ടാസ്കാ അല്ലേ? അപ്പോൾ ആനയുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ നേരെ കുട്ടിക്കാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അത്ര തണുപ്പില്ല കേട്ടോ. തണുപ്പൊന്ന് കുറഞ്ഞു. കുട്ടിക്കാനും നേരെ കുമ്മിടി ഒഴിക്കണം. കുമ്മിടിയിൽ നേരെ താഴെ ഇറങ്ങി നേരെ ചിന്നമറ്റ ഒരു ചായ കുടിക്കണമല്ലോ. നമ്മൾ കുമളി എത്തി, തമിഴ്നാട് പോയി. ഇനി നേരെ ചിന്നമറ്റു, അവിടെ നിന്ന് നേരെ മേഘമല. ഞാൻ വെതർ ചെക്ക് ചെയ്തപ്പോൾ മേഘമലയിൽ മഴയുള്ളതുപോലെ കാണിച്ചു. എനിക്കറിയില്ല മഴ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇത് നാളെ മഴയുള്ള പോലെ വെതർ ചെക്ക് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. അറിയില്ല, നമുക്ക് പോയി നോക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഡിസംബറായൊക്കെ അറിയാനുണ്ട്. ഇന്ന് ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് മേഘമലയിൽ ഇല്ലായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അത്യാവശ്യം മേഘമലയിൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. നേരത്തെ അത്ര പോപ്പുലർ അല്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി പോപ്പുലർ ഒന്നും അല്ല, അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ അറിഞ്ഞു കേട്ട് വരാൻ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ തിരക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഒരു ഇട ദിവസം ആയതുകൊണ്ട് തിരക്കില്ലായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ സാറ്റർഡേ സൺഡേ ഒക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം തിരക്ക് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഒരു ചെറിയൊരു ഫോഗി വെതറാണ് കാണാൻ പറ്റുന്നത് താഴോട്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഈ ഒരു ടൈമിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. വഴിയിൽ അത്യാവശ്യം തിരക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ശബരിമല സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ട്. എല്ലാവരും കെയർഫുള്ളായിട്ടൊക്കെ ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ വഴിക്കാണ് കുറേ ആക്സിഡൻസ് ഉണ്ട്. ഇവിടുന്ന് കുറച്ച് പോയി കഴിയുമ്പോൾ ഒരു നല്ലൊരു ചായക്കടയുണ്ട്. നല്ല അടിപൊളി ചായക്കട. ചിന്നമന്നൂർ ടൗൺ എത്തുന്നതിന് മുമ്പാന്ന് തോന്നുന്നു. അവിടുത്തെ ആ ഒരു ദോശയുണ്ട്, ഇഡ്ഡലിയൊക്കെ ഉണ്ട്. ആ ടേസ്റ്റ് എന്നറിയാം. നമ്മൾ ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈം മേഘമലയിൽ പോയപ്പോഴാണ് തോന്നുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ കയറി കഴിച്ചു. എൻ്റെ ലൈഫിൽ ഞാൻ അതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം പോയപ്പോഴും അവിടെ തന്നെ കയറി, അടിപൊളിയായിരുന്നു. ഈ ലാസ്റ്റ് മന്ത് ഞങ്ങൾ പോയപ്പോഴും അവിടെ നിന്നാണ് കഴിച്ചത്. വിശപ്പിൻ്റെ വിളി വരാനും തുടങ്ങി. പക്ഷെ ഞാൻ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് വെച്ചിട്ട് തന്നെ ഇറങ്ങി.
കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് അതാണ് പറയാം. നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ മാസം മേഘമല പോകാൻ വേണ്ടി വന്നു. പക്ഷേ നമ്മുടെ നാട്ടില് ഒരു ദിവസം നിർത്താതെ മഴ പെയ്തു. അതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. രാവിലെ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല വെതറായിരുന്നു. നല്ല വെതറെന്ന് വെച്ചാൽ ഫുള്ള് കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോയി തുടങ്ങിയപ്പോൾ ഇവിടെ ഓരോ ബ്രിഡ്ജൊക്കെ ഉണ്ട്. ആ ബ്രിഡ്ജിന്റെ താഴെ കൂടെ ചെറിയ റിവറൊക്കെ ഉണ്ട്. അതൊക്കെ ഫുള്ള് നിറഞ്ഞൊഴുകുന്നു. ആളുകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ആദ്യം ഇന്നലെ മഴ പെയ്തല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. മുന്നോട്ട് പോയി കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ ഈ സംഭവം കുറച്ച് കൂടി വരുന്ന പോലെ തോന്നി. കാരണം ഫ്ലഡിന്റെ ടൈം എല്ലാവരും നോക്കി കാണുന്ന പോലെയൊക്കെ ഒരു ഫീലും. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി ഞങ്ങൾ താഴെ മേഘമല ചെക്ക് പോസ്റ്റിന്റെ അവിടെ താഴെ എത്തി. ഇപ്പോഴാണ് കുറെ കാറുകളും ബൈക്കും ഒക്കെ അങ്ങനെ നിർത്തിയിട്ടേക്കുന്നതുകൊണ്ട്. സോ അവിടെ ചെന്ന് ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ കാര്യം തിരക്കിയപ്പോഴാണ് മനസ്സിലായത് മഴയായിരുന്നതുകൊണ്ട് തന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. മേഘമലയിലേക്ക് അങ്ങനെ ടൂറിസ്റ്റിനെ ഒന്നും കയറ്റി വിട്ടില്ല. അങ്ങനെ കയറാൻ പറ്റാണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് തോതിമട്ട് പിടിച്ച് നമ്മുടെ പൂപ്പാറയൊക്കെ പോയി ഗ്യാപ് റോഡ് വഴി മൂന്നാറൊക്കെ കറങ്ങിയാണ് വന്നത്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അന്ന് മേഘമലയിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം കൂടെ തീർക്കാനും കൂടെയാണ് ഞാനിന്ന് ഇറങ്ങിയത്. പിന്നെ ഇന്നത്തെ റൈഡിന് ചെറിയൊരു പ്രത്യേകത കൂടി ഉണ്ട്. പ്രത്യേകതയൊന്നുമല്ല, എപ്പോഴത്തെ പോലെ പ്ലാൻ ചെയ്തിട്ടോ അങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കിയിട്ടൊന്നുമല്ല. കിടന്നിട്ട് ഉറക്കം വരാത്തതുകൊണ്ട് ചാടി എഴുന്നേറ്റു, അന്നേരം ബൈക്ക് എടുത്ത് പോന്നു. നമ്മുടെ കടയിൽ കിട്ടാം, ഇതാ നമ്മുടെ കട. അപ്പൊ ഇതാണ് നമ്മുടെ കട. അപ്പൊ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഒരു ടീ. മേഘമലയിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. മാപ്പിൽ നോക്കുമ്പോൾ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് ജസ്റ്റ് ഒന്ന് ചുമ്മാ മാപ്പ് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1 കിലോമീറ്റർ അടുത്ത് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ഇത്തവണയും വട്ടത്തിലും നീളത്തിലും കഴിഞ്ഞ തവണയോ കയറാൻ പറ്റിയില്ല. കണ്ടിട്ട് സെറ്റ് വെതറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അവിടെ ചെല്ലും പറയാം. ചെക്ക് പോസ്റ്റിൽ ഇപ്പൊ തന്നെ എത്തും. ഇനി ചെറുതായിട്ടുള്ളതിൽ നല്ല തണുപ്പ് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ സമയം 9:30 ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ നല്ല വെയിലാവണ്ടോ. ചായ കുടിച്ച കടയിലെ അണ്ണനോട് ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ തണുപ്പ് തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസം ആയെന്നാ പറഞ്ഞത്. അപ്പൊ ഇനി അങ്ങോട്ട് ഡിസംബർ തീർന്ന ഒരു ജാനുവരി 2nd വീക്ക് വരെയൊക്കെ തണുപ്പായിരിക്കും എന്നാ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഫുള്ള് കൂടുതലും വിൻമിൽസ് ആട്ടോ. കാറ്റുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാൽ മാർച്ച് ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു നല്ല കാറ്റാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് ഓരോ വിൻമിൽസിനും ഓരോ നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണേലും അങ്ങനെ പെട്ടെന്നുമില്ല, കുഴപ്പമൊന്നുമില്ലെന്ന് അവിടുന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് പറഞ്ഞത്. പിന്നെ കുറച്ച് പേര് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചെക്ക് പോസ്റ്റിൽ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കും. 53ാമത് ഇന്ന് കയറുന്നത് നമ്മളാണ്. നമ്മുടെ ടോക്കൺ നമ്പർ 53. ഇത്തവണ മഹാരാജമേട്ട് കൂടെ കവർ ചെയ്യണം. മേഘമല കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ വ്യൂ പോയിന്റാണ് മഹാരാജമേട്ട്. ടോപ്പിൽ ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ല കോട കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നമ്മൾ കയറി പോകുന്ന വഴി കേട്ടോ. ഓ മാൻ, സന്തോഷായി. കഴിഞ്ഞ തവണയോ കയറാൻ പറ്റിയില്ല. ആ വെള്ളപ്പൊക്കത്തിന്റെ അന്ന് രാവിലെയാണ് വരുന്നത്, ഒന്നും അറിയാതെ. നമ്മുടെ നാട്ടിൽ മഴ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് അങ്ങനെ മഴ കാണാറില്ലല്ലോ. അത് പ്രതീക്ഷ വന്നാണ്. പക്ഷേ ഇവിടെ വെള്ളപ്പൊക്കോ ലാൻഡ് സ്ലൈഡും സീൻ എന്താണല്ലോ. അന്ന് നിരാശപ്പെട്ടു പോയതിന് ഇന്ന് ഫലമുണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയാം. ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ പറഞ്ഞല്ലോ, ടൈഗർ റിസർവ് ആണ്. പിന്നെ അതുപോലെ തന്നെ വൈൽഡ് ആനിമൽസ് ആക്ടിവിറ്റി ഒക്കെ റോഡിലൊക്കെ ആനപ്പിണ്ടങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാൻ ഇതുവരെ വന്നിട്ട് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. കാണുമോ ഇല്ലയൊന്നും അറിയില്ല.
നമ്മുടെ ആ ഒരു കുമളി സൈഡിന്റെ അപ്പുറത്തെ സൈഡാണ് ഇത് ആക്ച്വലി വരുന്നത്. മേഘമല അങ്ങനെ കാര്യമായിട്ട് പറയാൻ മാത്രമുള്ള ബോട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഭയങ്കര പീസ്ഫുള്ളാണ്. ഒരു ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ഉണ്ട് സ്റ്റേ ചെയ്യാനായിട്ട്. നെറ്റ്വർക്ക് ഒന്നും അത്ര കാര്യമായിട്ട് കിട്ടത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് ലൊക്കേഷൻ ഇട്ട് വരുമ്പോൾ ഹൈവേസ് ഡാം എന്ന് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഇത് ഫ്രഷ് ആനപ്പിണ്ടൊക്കെ റോഡിൽ കിടപ്പുണ്ട്. അടിപൊളി. റോഡ് മൊത്തം ആനപ്പിണ്ടുണ്ട് കേട്ടോ. ഇത് ഫ്രഷ് ആണെന്ന് തോന്നേ. എന്റെ മോനെ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടാ വെതർ ചേഞ്ച് ആയത് കണ്ടാ? ഞാൻ പറഞ്ഞില്ലേ, മഴയല്ല പക്ഷേ നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. തണുപ്പെന്ന് വെച്ചാൽ എൻ്റെ പൊന്നു മോനെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ കയറി പോന്നു കഴിഞ്ഞാൽ ഒറ്റ വണ്ടിയെ കണ്ടുള്ളൂ. ഈ ഒരു വെതറിൽ ഞാൻ ഇതുവരെ മേഘമലയെ കണ്ടിട്ടില്ല കേട്ടോ. പെട്ടു മഴയല്ല, മഞ്ഞ് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഓ മാൻ, ലുക്ക് അറ്റ് ദിസ്. ഇതായിരുന്നു ഞാൻ ആഗ്രഹിച്ച വെതർ. മൊത്തം നനയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓ ഐ ആം സോ ഹാപ്പി. സീറോ വിസിബിലിറ്റി, ഒന്നും കാണത്തില്ല കേട്ടോ. ലിറ്ററലി ഒന്നും കാണത്തില്ല. അത്യാവശ്യം നല്ലപോലെ നനയുന്നുണ്ട്. ദിസ് ഈസ് മേഘമല. എന്തുകൊണ്ടാണ് 18th or 19th സെഞ്ചുറിയിൽ ബ്രിട്ടീഷുകാർ ഇതിനെ ക്ലൗഡ് മൗണ്ടെയിൻസ് എന്ന് വിളിച്ചത് എന്നിപ്പോ ലിറ്ററലി എനിക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് മൂന്നാർ പോലും ഈ ഒരു വെതർ എനിക്ക് കിട്ടും തോന്നണ്ട. ടോട്ടലി നനഞ്ഞു, ബട്ട് ലിറ്ററലി വേണം. ഓ ഈ ഒരു ക്ലൈമറ്റ് ഒരു 2-3 മാസമായിട്ട് മിസ് ചെയ്തിരിക്കുകയായിരുന്നു. അയ്യോ, എന്തുകൊണ്ടും രാത്രി തോന്നിയ പ്ലാൻ അത് ലിറ്ററലി നടപ്പാക്കിയത് വേർത്താന്ന് ഇപ്പോൾ വീണ്ടും എനിക്ക് മനസ്സിലായിക്കൊണ്ടേയില്ല. നമ്മൾ മേഘമലയിലെത്തി. കാണാൻ പറ്റുന്നില്ല കേട്ടോ. അല്ല, അവിടെ പോയാലും കാര്യമില്ല, കോട ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ടാസ്കാ അല്ലേ? ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകും, പിന്നെ മൊത്തം ടേണിങ് ആണല്ലോ അല്ലേ? കാണാൻ പറ്റില്ല അല്ലേ? ഓ, ആനയുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് കയറാൻ പറ്റില്ല, മഹാരാജ് വിട്ട് കയറാൻ പറ്റില്ല. സാരമില്ല, നമ്മളിവിടെ വരെ എത്തിയല്ലോ. ഫുള്ള് കോടയാണ്, ഫുള്ള് കോട. അവിടെ ആന ഇറങ്ങിയിട്ട് 2 ആന ഇറങ്ങിയിട്ട് അങ്ങോട്ട് മഹാരാജമായിട്ടൊന്നും കയറ്റി വിടത്തില്ലെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നമുക്ക് എന്താണെങ്കിലും പോയി നോക്കാം. ഇവിടെ കുറച്ച് നേരം നിന്നപ്പോൾ കുറച്ച് കോട കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. കുറച്ച് പേര് മുന്നോട്ട് പോയിട്ടുമുണ്ട്. എന്താകും, എവിടെയാകും, ആനയുണ്ടോ ഇല്ലയോ ഒന്നുമേ അറിയക്കൂടാതെ നമുക്കെന്താണെങ്കിലും പോകാം. ഇവിടെ വരെ വന്നിട്ടേ ഓടിക്കാതെ പോയാൽ ശരിയാവില്ല. എനിക്ക് ഡിസംബറിൽ ഈ ഒരു വെതർ കിട്ടുമോ എന്ന് ഡൗട്ടായിരുന്നു. വേറെ എവിടെ പോയാലും കിട്ടിയില്ലെങ്കിലും പക്ഷേ ഇവിടെ ഒരു ഹോപ്പുണ്ട്. അതാണ് മേഘമല. ഏതൊക്കെ എങ്ങനത്തെ ഒരു ടൈമാണേലും മേഘമല ഈസ് ഓൾവേസ് മാജിക്, ലിറ്ററലി മാജിക്. അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് മേഘമല എന്ന് വിളിക്കുന്നത് എന്ന് ഓരോ മൊമെൻറ്റും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ റൂട്ടിൽ നമ്മൾ കയറി വന്ന വഴിനേക്കാളും കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ടേണിങ്സാണ്. മൊത്തം ഫോഗ് ഫില്ലായി കിടക്കുന്ന ടൈമിൽ ആനയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ വിസിബിലിറ്റി തീരെ കുറവായതുകൊണ്ടും ഹാർഡായിട്ടുള്ള ടേണിങ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അതുകൊണ്ടാണ് അവർ നമ്മളോട് പറഞ്ഞത് നോക്കി പോകണമെന്ന്. ആ റിസർവയറിൻ്റെ അപ്പുറയാന്ന് കാട്ടിന്നു. യെസ്, അവിടെ നിൽക്കും.
ഓ മാൻ, ഇവിടെ നമുക്ക് ടോട്ടലി ചേഞ്ച്. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. മഹാരാജമട്ട് കയറാൻ പറ്റുമോ അറിയില്ല. ഇതാണ് ആക്ച്വലി ഹൈവേ വീസ് ഡാം. എൻ്റെ മോനെ നോക്ക്, ഓ എന്ത് വൈബാണ്, ഓ എന്ത് അടിപൊളിയാ. ലിറ്ററലി മേഘമല എന്നെ ഓരോ തവണ വരുമ്പോഴും എനിക്ക് ഓരോ വൈബാണ് മേഘമല തന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഓഹോ മാൻ, എനിക്കറിയില്ല ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടത്. എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയാണ്. കണ്ടോ റോഡ് കിടക്കുന്നത് കേട്ടോ. നെവർ ഡിസപ്പോയിന്റ്. തണുപ്പ് കാരണം പകുതി പറയാൻ പറ്റുന്നില്ല, വിചാരി തണുപ്പാട്ടോ. പക്ഷെ ഈ ഒരു ടൈമിൽ വേറെ എവിടെ ഇതുപോലെയൊക്കെ കോട കിട്ടുമെന്ന് എനിക്കറിയില്ല. ഡിസംബറിൽ ഇത്രയൊരു പീക്ക് ക്ലൈമറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു പീക്ക് വെതർ കിട്ടുന്നത് മേഘമലയാന്ന് കൺഫേം ആയിട്ട് ഞാൻ പറയും. ഏതൊരു ടൈം വന്നാലും മേഘമല സത്യം പറഞ്ഞാൽ നിരാശപ്പെടുത്താറില്ല. തമിഴ്നാടിൻ്റെ ഭാഗമാണേലും ഒരു ഊട്ടി കൊടൈക്കനാൽ പോകുന്നതിലും കുറച്ചുകൂടെ ആളുകൾ കുറവാണ്. ഇവിടെയാണ് പിന്നെ കുറച്ച് കടയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അതല്ലാണ്ട് ഇവിടെ അങ്ങനെ ഫുഡ് കിട്ടുന്ന കടകളോ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇതിൻ്റെ അപ്പുറത്ത് മഹാരാജമട്ട് എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൻ്റെ അവിടെ കൊണ്ട് എൻ്റെ പിന്നെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം നമ്മുടെ കുമളിയുടെ സൈഡാണ്, അവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഒരു ഷോർട്ട് ഡിസ്റ്റൻസേ ഉള്ളൂ. കണ്ടോ നമ്മൾ ഓടിച്ചു വന്ന റൂട്ടാ ഇങ്ങനെ. ഇതിലെ ഓരോ മൊമെന്റും കഴിയുമ്പോൾ തോറും വേറെ വേറെ വൈബായിക്കൊണ്ടിരിക്കുക. ഓടിച്ചിട്ട് ബൈക്ക് ഓടിച്ചിട്ട് കൊതി തീരുന്നില്ല. ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ കണ്ടോ തേയിലത്തോട്ടമൊക്കെ മാറിയിട്ട് വേറൊരു വൈബല്ലേ. എന്താ പറയുന്നത്, നമ്മുടെ വട്ടവട പോകുന്ന റൂട്ടിലെ ഒരു വൈബല്ലേ. ഓക്കെ, മണലാർ പാലം, ഇതാണ് പാലം. പാലം കുറച്ച് ഫേമസ് ഒക്കെയാണ്. കണ്ട ഇപ്പോൾ വെയിലായി. ഇങ്ങനെ സെക്കൻഡ് വെച്ച് വെതർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അവിടെ നിന്ന് കയറി വന്നപ്പോൾ നല്ല കോടയായിരുന്നു, അത് കഴിഞ്ഞ് മഴ പോലായി. മഞ്ഞ് പെയ്ത് ഓക്കെ, അത് കഴിഞ്ഞ് ആ കോടയൊന്ന് മാറി, അത് ഇപ്പോൾ വെയിലായി, എല്ലാ രീതിയിലുള്ള വെതറും കിട്ടി. പോക്ക്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മേഘമലൈ ട്രിപ്പിൻ്റെ കാഴ്ചകൾ. എന്താണെന്ന് വെച്ചാൽ മഹാരാജമട്ട് വ്യൂ പോയിന്റ് ഒന്നും പോകാൻ പറ്റിയില്ല, ആന ഇറങ്ങിയത് കൊണ്ട് കയറ്റി വിടത്തില്ല എന്ന് പറഞ്ഞു. ஸோ அங்கே இங்கே போக முடியாது. പക്ഷെ നമുക്ക് അങ്ങ് പോക വേണ്ടെന്നേ. കാരണം നമുക്ക് ഈ വന്ന വഴി കിട്ടിയ ആ ഒരു വെതറും അതായിരുന്നു എനിക്ക് വേണ്ടത്, അതെനിക്ക് കിട്ടി. ഈ റോഡിലൂടെ തന്നെ ഓടിച്ചു വരുമ്പോൾ തന്നെ ഫുള്ള് വ്യൂ പോയിന്റ്സ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ മേഘമല ഒരു വ്യൂ പോയിന്റ് നോക്കി വരേണ്ട ഒരു സ്ഥലമല്ല, വരുന്ന വഴി തന്നെയാണ് ഫുള്ളും കാഴ്ചകൾ. സെക്കൻഡ് വെച്ചാൽ ഇങ്ങനെ വെതർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക, നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏതായാലും മേഘമലയിൽ നിന്ന് തിരിച്ചു പോവാം. ഓക്കെ.